ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നാടൻ രീതിയിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 1/2 കിലോ ചെറിയ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടത് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ: വലിയ സവാള 2 എണ്ണം നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, തക്കാളി മീഡിയം സൈസ് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 3, ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം, വെളുത്തുള്ളി 6 അല്ലി, ഇത് 3 കൂടെ ചതച്ചത്, കറിവേപ്പില 3 ഇതൾ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1/2 കപ്പ്, 5 ടേബിൾ സ്പൂൺ തേങ്ങയിൽ നിന്നെടുത്ത പാലാണിത്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി നാരങ്ങാനീര് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ആയാലും മതി. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഹാർഡായി പോകാത്ത രീതിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റണം. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. വേപ്പിലയും ചേർക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റണം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇത് കുറച്ചുനേരം വഴറ്റണം. ഇപ്പോൾ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടികളും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നന്നായി വെന്ത് സവാളയിലേക്ക് ചേരണം. അതിനായി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഫ്രൈ ചെയ്ത ചെമ്മീൻ കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മാക്കിയതിന് ശേഷം 2 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.